US നിക്ഷേപക വിസയിൽ കാതലായ മാറ്റം വരുത്തി ഡൊണാൾഡ് ട്രംപ് $50 ലക്ഷം ഗോൾഡ് കാർഡ് പുറത്തിറക്കും. അമേരിക്കയിൽ നിലവിലുള്ള ഗ്രീൻ കാർഡിന്റെ പുതിയ രൂപമായിരിക്കും ഗോൾഡ് കാർഡ്. അമേരിക്കൻ പൗരത്വത്തിലേക്ക് കൂടി കാർഡ് വഴി തുറക്കും എന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കി. ഗോൾഡ് കാർഡ് പുറത്തിറക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡർ ട്രംപ് ഒപ്പുവെച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസ് അംഗീകാരം ലഭിക്കുന്നതിലൂടെ കാർഡ് പുറത്തിറങ്ങും. വിശദാംശങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിക്ഷേപക വിസയിലാണ് കാതലായ മാറ്റം വരുത്താൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ട്രംപിൻ്റെ പുതിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു ചുവടുവയ്പ് തന്നെയാണോ ഇത്? സുരേഷ്, ഏറെ നിർണായകമായൊരു ചുവടുവയ്പ്പാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ് EB-5 വിസ, അതായത് നിക്ഷേപകർക്ക് നൽകുന്നൊരു വിസയുണ്ട്. നേരത്തെ തന്നെ അമേരിക്കയിൽ നിലനിന്നൊരു വിസയുണ്ട്. അതിന് പകരം $5 ദശലക്ഷം, അതായത് $50 ലക്ഷം ഗോൾഡ് കാർഡ് പുറത്തിറക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാവുന്നതാണ്, അവിടെ പൗരത്വം ലഭിക്കുന്നതിന് വരെ വഴി തുറക്കുന്ന ഗ്രീൻ കാർഡിൻ്റെ സമാനമായ ചില പ്രിവിലേജുള്ള ഒരു കാർഡായിരിക്കും അത്. നിക്ഷേപത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനുള്ളൊരു നീക്കമായിരിക്കും. അതായത് നേരത്തെ അവിടെ നിലനിന്നിരുന്ന EB-5 കാർഡിന് പകരമായിരിക്കും ഈ കാർഡ് പുറത്തിറങ്ങുക എന്നാണ് അറിയിച്ചത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 2 ആഴ്ചയ്ക്കുള്ളിൽ കോൺഗ്രസിൻ്റെ അംഗീകാരം ലഭിക്കുന്നതോടെ ഈ കാർഡ് പുറത്തിറങ്ങും, അല്ലെങ്കിൽ ഈ ഇമിഗ്രേഷൻ വിസ സംവിധാനം പുറത്തിറങ്ങുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഈ വിസ സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വളരെ കൃത്യമായി അത് ഉദ്ദേശിക്കുന്നത്, നേരിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളാണെങ്കിൽ നിക്ഷേപിക്കാനുള്ള എത്തുന്ന ആൾക്ക് അതിനുള്ള അനുവാദം നൽകുന്ന ഒരു രീതിയാണെങ്കിൽ ഇന്ന് ഈ തുക മുഴുവൻ ഗവൺമെൻറ് റൂട്ടിലൂടെ പോകും, അല്ലെങ്കിൽ അതിലുള്ള സംവിധാനങ്ങളിലൂടെ, ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെ ആയിരിക്കും അത് അമേരിക്കയിൽ എത്തുക, അല്ലെങ്കിൽ ഗവൺമെൻറ് നിക്ഷേപങ്ങളുടെ സ്വഭാവമായിരിക്കും അതിനുണ്ടാവുക എന്നാണ് അറിയിച്ചത്. അതിന് പല നേട്ടങ്ങളുള്ളതായും ട്രംപ് പറയുകയും ചെയ്തു. ട്രംപ് പറഞ്ഞ നേട്ടങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ നേട്ടമെന്ന് എടുത്തു പറയാനുള്ളത് അവർക്ക് കുറേ കൂടി നികുതി ലാഭങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ്. അതായത് നിക്ഷേപകർക്ക്, അത് ഇമിഗ്രൻസ് ആണെങ്കിൽ കൂടി, അതായത് പുറത്തുനിന്ന് എത്തുന്നവരാണെങ്കിൽ കൂടി അവർക്ക് നിക്ഷേപിക്കുന്നതിന് കൂടുതൽ ലാഭം ഉണ്ടാക്കാനും നികുതിയിൽ ചില ഇളവ് ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതകൾ, അതായത് അമേരിക്കയുടെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു നീക്കം എന്നതും അതിനുപരിയായി ഈ അനധികൃത കുടിയേറ്റം പോലുള്ള വിഷയങ്ങൾ തടയുന്നതിനും കുടിയേറ്റം കുറേ കൂടി നിയമാനുസൃതമാക്കുന്നതിനുള്ളൊരു നീക്കമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഇത് ഗ്രീൻ കാർഡിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടായിരിക്കുമെന്ന ഒരു നിലപാട് കൂടി പറയുമ്പോൾ അത് സ്വാഭാവികമായും പൗരത്വത്തിലേക്ക് നീങ്ങാവുന്ന ഒരു പ്രത്യേക കാലഘട്ടം അല്ലെങ്കിൽ പ്രത്യേക ഇൻ്റർവെല്ലുകളെല്ലാം കഴിഞ്ഞാൽ ഗ്രീൻ കാർഡിൽ നിന്നും പൗരത്വത്തിലേക്ക് മാറാനുള്ളൊരു സൗകര്യമെല്ലാം തന്നെ നിലവിൽ അതിനുണ്ട്. അത്തരത്തിലുള്ള സൗകര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കുമെന്നാണ് നിലവിലെ ആ പുതിയ ഗോൾഡ് കാർഡിൻ്റെ നേട്ടമായി അദ്ദേഹം പറയുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് പുറത്തു വരുമ്പോൾ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ സാധിക്കും. ഏത് രീതിയിലാണ് അതിൻ്റെ നിക്ഷേപം നടക്കുക, അല്ലെങ്കിൽ ആ നിക്ഷേപത്തിൻ്റെ ഒരു നിയന്ത്രണം ഏത് രീതിയിലായിരിക്കും നടക്കുക, ഒരു റെഗുലേറ്ററി നിക്ഷേപമായിരിക്കുമോ, അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ കൂടുതലും അറിയാനുണ്ട്. ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓർഡർ അദ്ദേഹം പുറപ്പെടുവിച്ചു. ആ എക്സിക്യൂട്ടീവ് ഓർഡർ ഈ കോൺഗ്രസിൻ്റെ അനുവാദം ലഭിക്കുന്നതോടെ, അല്ലെങ്കിൽ ആ അനുമതി ലഭിക്കുന്ന ആ കാലഘട്ടത്തോടു കൂടി ഇത് പുറത്തിറങ്ങാനുള്ള സാധ്യതയും, ഗോൾഡ് കാർഡ് പുറത്തിറങ്ങാനുള്ള സാധ്യതയുമുണ്ടെന്നും ട്രംപ് ഇന്നലെ വിശദീകരിച്ചു. സുരേഷ്, ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ആണ് വിശദാംശങ്ങൾ.